ഇപ്പൊ ഔലിയാക്കൾ അങ്ങനെയല്ല. സ്റ്റേജിൽ കയറിയിട്ട് വെല്ലുവിളിക്കുന്ന ഔലിയാക്കളാണ്, സ്റ്റേജിൽ കയറിയിട്ട് തെറി വിളിക്കുന്ന ഔലിയാക്കളാണ്, അലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഔലിയാക്കളാണ്. ഇതാണോ മുസ്ലിമേ ഔലിയാക്കൾ? ഔലിയാക്കളെ പേരിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കള്ളന്മാരെ കണ്ട് ഔലിയാക്കളെ തെറ്റിദ്ധരിച്ചുകൂടാ. നാല് കുത്തുബുകളിൽ പ്രമുഖനല്ലേ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ പച്ചയായി തെറി വിളിച്ച് കത്തെഴുതിയപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണ്? തിരിച്ച് മൈക്ക് കെട്ടിയിട്ട് തെറിയല്ല, നോട്ടീസ് വിതരണം ചെയ്തതല്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി കൊടുക്കുന്നു. മോനെ, നീ എനിക്ക് കത്തയച്ചപ്പോൾ ആ കത്ത് വായിച്ച് ഞാൻ കരഞ്ഞുപോയി. ഞാൻ വളരെ മോശക്കാരനാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ കത്ത് കിട്ടിയപ്പോ എനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു, അതിനേക്കാൾ മോശക്കാരനാണ് ഞാൻ. മോനെ, അഹ്മദുൽ കബീർ റിഫായി എന്ന നന്നാകാൻ നിങ്ങളെ നല്ല നാവ് കൊണ്ടൊന്ന് റബ്ബിനോട് ദുആ ചെയ്യണേ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കത്ത് തിരിച്ചയക്കുന്നു. കത്ത് കിട്ടിയ ഈ തെറി വിളിച്ച പണ്ഡിതൻ കത്ത് വായിച്ച് മനസ്സ് നൊന്തുപോയി, നിന്ന നൃത്തത്തിലങ്ങ് കരഞ്ഞുപോയി. ഇതല്ലേ ഔലിയാക്കൾ? അല്ലാതെ തെറി വിളിച്ച് ഏജന്റുമാരെ വിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തലാണോ? ആലിമീങ്ങളെ തെറി വിളിക്കലാണോ? ആലിമീങ്ങളെ കുറ്റം പറയലാണോ? ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത ചർച്ച വിളിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണോ ഔലിയാക്കളെ ഡ്യൂട്ടി? അല്ല അല്ല. കാണിച്ചു തന്ന മാതൃക, ആത്മീയമായ മാതൃക, ആ മാതൃക ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ ഉമ്മമാരെ. ശരീരം എടുത്തു കാണിക്കുന്ന ബോഡി ഷേപ്പുള്ള പർദ്ദകൾ കൈവയ്ക്കൂ ഉമ്മമാരെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ശരീരം മറയുന്ന വസ്ത്രമാകണം. അവരെ ശരീരത്തിന്റെ ബോഡി ഷേപ്പ് എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ആ മക്കൾ നാളെ കബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ മോള് മോശക്കാരിയായി പോയല്ല അല്ലാ, വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അക്രമകാരികൾ വിരല് കടിക്കുന്നൊരു ദിവസമുണ്ട്. ദുനിയാവിൽ അവർക്ക് വയത് കേട്ടിട്ട് ഫലം കിട്ടിയില്ല, വയത് കേട്ടിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്തരം ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അക്രമകാരികൾ വിരല് കടിക്കുന്ന ദിവസമാണ്. അവിടെ വിരല് കടിച്ച് തുപ്പിയത് കൊണ്ട് മതിയോ മുസ്ലിമേ? പറ്റൂല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ മക്കളെ ഞെരിയണിക്ക് മേലെ വസ്ത്രം ധരിപ്പിച്ച് പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിക്കണം. സബഹിന്റെ ശേഷം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ കൂട്ടിപ്പോകണം. കണ്ണിന് കാഴ്ചയില്ലാത്ത തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മി മക്തൂമിന് കണ്ണിന് കാഴ്ചയില്ല നബിയേ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എനിക്ക് പള്ളിയിൽ ജമാഅത്തിന് അത്ര നിർബന്ധമുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഭാഗ്യന്റെ ധ്വനി കേൾക്കുന്നുണ്ടോ? ജമാഅത്തിന് പങ്കെടുക്കണേ ഉമ്മി മക്തൂം. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു